ഫ്രണ്ട്സ്, IIT മദ്രാസിൻ്റെ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്, ചെന്നൈ. ഇവിടെ അഡ്വർടൈസ് നമ്പർ നിങ്ങൾക്കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് 16/4, ഏപ്രിൽ 16 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 17. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പോസ്റ്റ്, അതിൻ്റെ വളരെ ലിമിറ്റഡ് വാക്കൻസിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ലിമിറ്റഡ് വാക്കൻസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രിപ്പറേഷൻ മറ്റ് എക്സാമുകൾക്കൊക്കെ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ എല്ലാ എക്സാമിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക, മാക്സിമം പഠിക്കുക. അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ച് മടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാമുകൾ നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് കൂടുതൽ വാക്കൻസി ഒക്കെ വരും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഏജ് ഒക്കെ ഓവറാകും, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ലൈബ്രറിയൻ, ഇത് ഡെപ്യൂട്ടേഷനാണ്. ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ഇത് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡെപ്യൂട്ടേഷൻ കൊടുത്തിട്ട് ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പം നമ്മളത് നോക്കുന്നില്ല. പിന്നെ ഇതിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട്, 50 വയസ്സിൽ അപ്ലൈ ചെയ്യാം. പേ ലെവൽ 2 ആണ്. ഒരു വാക്കൻസിയാണ്, അത് ജനറൽ വാക്കൻസിയാണ്. ഇവിടെ EWS OBC ചെയ്തൊന്നും വാക്കൻസി ഇല്ല, പക്ഷേ ജനറൽ വാക്കൻസിയിലേക്ക് ആർക്കുവാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്, 50 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു വാക്കൻസി EWS, ഒരു വാക്കൻസി OBC, അങ്ങനെ ടോട്ടൽ 2 വാക്കൻസി. ടെക്നിക്കൽ ഓഫീസർ 45 ഏജ് ലിമിറ്റ്. ഇതിൽ ഒരു വാക്കൻസി ജനറലാണ്, മറ്റു റിസർവ് വാക്കൻസി ഒന്നുമില്ല. ആർക്കുവാണെങ്കിൽ ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് രജിസ്ട്രാർ 45 ഏജ് ലിമിറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഒരു വാക്കൻസി EWS, 1 OBC, അങ്ങനെ 2 വാക്കൻസിയാണ്. അപ്പോൾ ഈ പറയുന്ന റിസർവ് വാക്കൻസിയിലേക്ക് മാത്രം അതായത് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് OBC ആണെങ്കിൽ OBCയിലെ വാക്കൻസിൻ്റെ അതത് കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. EWS ആകുമ്പോൾ EWSന് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ജനറൽ വാക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ഏത് കാറ്റഗറിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ റിസർവ് വാക്കൻസി ഇല്ലാതെ നിൽക്കണ്ട. ഇനി ഇവിടെ ഗ്രൂപ്പ് B കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻ്റ് ആണ്. ഇതിലേക്ക് 32 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലൊരു വാക്കൻസിയാണ്. ആ ഒരു വാക്കൻസി ഇത് OBCക്കാണ്. OBC കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് ജൂനിയർ സൂപ്രണ്ടൻ്റ് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 32 ഏജ് ലിമിറ്റ് വരുന്നത്. 2 വാക്കൻസി ജനറൽ, ഒരു വാക്കൻസി ഈ പറയുന്ന EWS, ഒരു വാക്കൻസി OBC, ഒരു വാക്കൻസി SC, അങ്ങനെ 5 വാക്കൻസിയാണ്. പിന്നെ വരുന്നത് ഗ്രൂപ്പ് C കാറ്റഗറിയാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് 27 അതിൻ്റെ ഏജ് ലിമിറ്റ്. ഇതിൽ നിങ്ങൾക്ക് 4 വാക്കൻസി ജനറൽ ഉണ്ട്, പിന്നെ ഒരു വാക്കൻസി EWS, ഒരു വാക്കൻസി OBC, 2 വാക്കൻസി SC. ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, ഈ 4 വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിസർവ് വാക്കൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. അങ്ങനെ 10 വാക്കൻസിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വാക്കൻസി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 19 മുതലാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 17 ആയിട്ടുള്ളൂ. ഇനി 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 19/5/2025 ആണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിക്കാം. 19/5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. GOCL RRB ALP ആൻഡ് ടെക്നീഷ്യൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഇൻസ്റ്റയിലൊക്കെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞതായിരുന്നു ഒരു ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട്, നന്നായിരുന്നു. കാരണം സെൽഫ് സ്റ്റഡി, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും. അതായത് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി പഠിക്കാതെ സ്വന്തമായിട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഗ്രൂപ്പാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചത്. അതായത് ഇപ്പോൾ RRB ALPൻ്റെത് മാത്രമാണ് ഇപ്പോൾ ഇത്. ഇതുപോലെ നമ്മൾ വേണമെങ്കിൽ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിത്തരാം. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ നമുക്കെന്ത് വേണം, ഞാൻ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയട്ടെ. കുറച്ച് കമൻറ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നുമില്ല, ഒരു കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളിതിനൊരു പേയ്മെൻറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 79 റുപ്പീസാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ചാർജ് ഈടാക്കുന്നത്. ആ 79 വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു, ഫ്രീ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ആവശ്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ വന്ന് കയറിയിട്ട് വെറുതെ നെഗറ്റീവായുള്ള കാര്യങ്ങളും അതുപോലെ വേണ്ടാത്ത മറ്റു രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ്. പിന്നീട് ആ ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഡിലീറ്റ് ആക്കി. അതിന് വേറെ പാരലൽ ഗ്രൂപ്പ് ഞാൻ അറിയാതെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ തുടങ്ങി. അതൊക്കെ അവിടെ അലമ്പായി. അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ചെയ്താകുമ്പോൾ.
അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 79 റുപ്പീസ് ആണെങ്കിലും നമ്മളൊരു പേയ്മെൻറ്റ് ഉണ്ടായത് കൊണ്ട് അതിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് രീതിയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങളെന്താണ് ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ റൂൾസിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നിങ്ങളെ എനിക്ക് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതായത് നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എളുപ്പത്തിനും പിന്നെ അതല്ല നമുക്ക് ആ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ചാർജ് ഈടാക്കുന്നത്. അത് ഇൻഡിവിജ്വലി നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് 79 റുപ്പീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല, ഈവൻ 100 വരെ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പഠിക്കാൻ താല്പര്യമുള്ളവർ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടും ആണ് ഇത് മെയിനായിട്ടൊരു സംഭാക്കിങ്ങനെ വെച്ചത്. അതല്ലാതെ എന്താണ് നിങ്ങളടുത്ത് നിന്ന് ക്യാഷ് പറ്റിച്ച് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ഒരിക്കലും ഞാൻ നിർബന്ധിക്കുന്നില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് RRB-LP ടെക്നീഷ്യൻ്റെവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ഒന്നിച്ച് നിങ്ങൾക്കൊരു കമ്പൈൻ സ്റ്റഡി, നമ്മളൊരു കമ്പൈൻ സ്റ്റഡി നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വാട്സപ്പൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. അതൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ അത് ചോദിക്കാം. അപ്പോൾ അറിയുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അതിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഇപ്പം എൻ്റെ അടുത്തുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അത് ഇത്ര മെറ്റീരിയൽ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്ത് ഷെയർ ചെയ്യുന്നു പറയാൻ പറ്റില്ല, അതൊക്കെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതല്ലാതെ നമ്മളിതിൽ ക്ലാസ്സോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് മെറ്റീരിയലോ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതിനെ എപ്പോഴും ചെയ്യാൻ പറ്റിയെന്നും വരില്ല, കാരണം എനിക്ക് എൻ്റെ സമയങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളാണ് ഈ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, പരസ്പരം ചോദിച്ചും പറഞ്ഞും ഒക്കെ. അപ്പോൾ കുറച്ച് പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റിന് പറയാം. അപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റിലോ ഞാൻ പിൻ ചെയ്ത് വെക്കട്ടോ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ എലിജിബിൾ ആണോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളിതിലേക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് മുതൽ നമുക്ക് അങ്ങോട്ട് പോകാം. 10 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 വേക്കൻസി നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഈ 10 വേക്കൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പലരും എന്താണ് ഇപ്പോൾ 10 വേക്കൻസി അല്ലെന്ന് വിചാരിച്ചിട്ട് പലരും എന്ത് ചെയ്യും, ഇത് അപ്ലൈ ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, 1000 വേക്കൻസി കാണുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും കയറി അപ്ലൈ ചെയ്യും. അപ്പോൾ ഏതിലാണ് അപേക്ഷ കൂടുതൽ വരികയെന്ന് വെച്ചാൽ ഈ വാക്കൻസി കൂടുന്നതനുസരിച്ച് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ അപേക്ഷ കയറും. വാക്കൻസി കുറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കുള്ളൊരു ടെൻഡൻസി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അപേക്ഷയുടെ എണ്ണമൊക്കെ കുറയും. 10 വേക്കൻസി ഇല്ലെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചിട്ട് അത് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട് ആ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ മറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എഴുതിയിട്ടാണ് കിട്ടില്ല, പഠിക്കാനേ വേണം. അപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓർ സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഇൻക്ലൂഡിങ് കൊമേഴ്സ്, അതായത് BA BCom അതുപോലെ BSc ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന BA BCom BSc അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് വിഷയം ഒരു പ്രശ്നമല്ല, സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BSc ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 60% മാർക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. ഇനി CGP ആണെങ്കിൽ ചില സർട്ടിഫിക്കറ്റിൽ CGP ആയിരിക്കും. 60%-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെ നിങ്ങളുടെ കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. വിത്ത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, അതായത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കായുള്ള MS ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക്കായ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളൂ. ഭയങ്കരമായിട്ടുള്ള സർട്ടിഫിക്കറ്റോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന BA BCom അല്ലെങ്കിൽ BSc ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സബ്ജക്റ്റ് ഒരു എന്താണ് പ്രശ്നമേ അല്ല, അതുകൊണ്ട് നിങ്ങൾ അതൊരു മാറ്റർ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഏജ് ലിമിറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന OBC അതുപോലെ SC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ STക്ക് ഉണ്ടാവില്ല, SC കാൻഡിഡേറ്റ്സ് ആക്കാൻ STക്ക് അതിൽ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവില്ല. SC അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ 3, then SC ST ആണെങ്കിൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായി. PWDക്കും എക്സ് സർവീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ സൂപ്രണ്ടൻ്റ് ആണ്. ഇതിൽ 5 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള ഗ്രാജുവേഷൻ തന്നെയാണ്, പക്ഷേ 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതിനൊക്കെ എക്സ്പീരിയൻസ് വേണം. എന്നാൽ ഈ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിന് എക്സ്പീരിയൻസ് വേണ്ട. അപ്പോൾ ഇന്ന് ഞാനൊരു ചാനലിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു HURLൻ്റെ. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ആയുള്ള വേക്കൻസികളാണ്. 2 വർഷം എക്സ്പീരിയൻസിലുണ്ട്, 10 വർഷമുള്ളുണ്ട്, പല പല കാറ്റഗറിയാണത്. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞു എക്സ്പീരിയൻസ് മാറ്റി പിടിക്കുന്നൊക്കെയുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ല, എല്ലാ കാറ്റഗറിയും നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പോൾ എല്ലാ കാറ്റഗറിയും ചെയ്യുന്നത്, കാരണം എക്സ്പീരിയൻസ് ആയുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. അത് കുറച്ച് പേരാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നാലേ നിങ്ങൾക്കും നിങ്ങൾ വിചാരിച്ച വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ടെക്നോളജിയിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അത് 4 വർഷം ഡ്യൂറേഷനിലായിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന MSc ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 55% മാർക്കോട് കൂടി മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് വിത്ത് ആൻ എക്സലൻറ്റ് അക്കാദമിക് റെക്കോർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് എന്താണ് ഡിസൈറബിൾ ആയിട്ടാണ് പറയുന്നത്, എസെൻഷ്യൽ അല്ല, മാൻഡറ്ററി അല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അത്യാവശ്യം നല്ല അക്കാദമിക് റെക്കോർഡ് കൂടി 55% മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വന്നിരിക്കുന്നത് ടെക്നിക്കൽ ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി അതുപോലെ വിത്ത് സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിൽ തന്നെ ഓർത്തോപെഡിക്സ് അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി ഇതൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. 55% മാർക്ക് വിത്ത് 5 years എക്സ്പീരിയൻസ് ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണം, 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ 5 വർഷം മതി, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് നിങ്ങൾക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് 55% മാർക്കും 5 year അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും വേണം കേട്ടോ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാറൊക്കെ ആയിട്ടുള്ള. ഇനി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, മാസ്റ്റേഴ്സ് ഡിഗ്രി മതി, ഏതെങ്കിലും വിഷയത്തിലുള്ള PG മതി. ഓക്കെ, 50%, പക്ഷേ 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലൈബ്രറി ഞാൻ പറഞ്ഞു ഡെപ്യൂട്ടേഷൻ ആണ്, നമ്മൾ നോക്കണ്ട. ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് 15 years ലൈബ്രറിയനായിട്ടൊക്കെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിലും വേണം. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ബാക്കിയുള്ള കണ്ടീഷനിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ SSLC മുതൽ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. +2 ഡിപ്ലോമ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത്, ആദ്യം പഠിച്ചത് പിന്നെ പഠിച്ചത്, അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നിങ്ങൾ 10th ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വാലിഡ് കാറ്റഗറി SC/ST OBC PWD എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിൽ റിസർവേഷൻ ഏജ് റിലാക്സേഷൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറായ സർട്ടിഫിക്കറ്റുകൾ അതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നിങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് ആണെങ്കിൽ കേട്ടോ. ഓക്കെ, എല്ലാ പോസ്റ്റിനും വേണ്ട. ഈ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രൂപ്പ് സിക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്ന പോസ്റ്റാണ് കേട്ടോ. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷൻസി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജൂനിയർ അസിസ്റ്റൻറ്റിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പാടെ അതിലേക്ക് ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇനി ഇവിടെ അപേക്ഷ ഫീസ് 500 രൂപയാണ് വരുന്നത്, ഓൺലൈനായിട്ടാണ്. എന്നാൽ SC/ST അതുപോലെ PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സിനും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടി വരും കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, ആ സമയത്ത് നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 19/4 മുതൽ 19/5 വരെ, മെയ് 19 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 17 ആയിട്ടുള്ളൂ, ഏപ്രിൽ 17 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ലിങ്ക് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും. അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക്, നമ്മുടെ വെബ്സൈറ്റ് ആണ്, ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക്. ഇനി ഗൂഗിളിൽ നിങ്ങൾ ജിയോജിയൽ എജുലാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ് ലിങ്കാണ് IIT മദ്രാസ്. ഇപ്പോൾ കൂടുതൽ ജോബ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇത് താഴോട്ട് പോയി ഇവിടുന്ന് ഡിസപ്പിയർ. അപ്പോൾ നിങ്ങൾക്ക് റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ബാർ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. ഇനി ഇവിടെ IIT മദ്രാസ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ക്ലിക്ക് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി 19-ാം തീയതിയാണ് അതിൻ്റെ ഈ പറയുന്ന അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വരിക. ആ ലിങ്ക് വന്നാൽ ഞാനത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ആ ലിങ്കിലേക്കായിരിക്കും ഡയറക്റ്റ് അത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് 19-ന് വന്നാൽ ലഭിക്കും കേട്ടോ. 19-നാണ് അത് ഓപ്പൺ ആകുക. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 17 ആയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇവിടെ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 19 ഏപ്രിൽ ആകുന്ന സമയത്ത് ലിങ്ക് ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറാണ്, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് അവിടെ ഉണ്ട്, അതിലൊക്കെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാ, വാട്സപ്പ് ചാനൽ, ടെലഗ്രാം ചാനലിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.